പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ ജാതകദോഷം ഉപകാരമാകും എന്നുള്ള ഉറപ്പിൽ പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് കൃഷും മഹിയും. ഇതിനിടയിലാണ് മനോജ് വീട്ടിലേക്ക് തിരികെ എത്തുന്നത്. ഇതോടെ മനോജ് താൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ആഭരണങ്ങളും വസ്ത്രവുമെല്ലാം കൈമാറുന്നു. ചെക്കൻ പെണ്ണ് കാണാൻ വരുമ്പോൾ കൺമണി അതീവ സുന്ദരിയായിരിക്കണം എന്നും ആ കാര്യം തനിക്ക് നിർബന്ധമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ കൺമണി വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതേ തുടർന്ന് കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുകയാണ് ധനലക്ഷ്മി. മനോജേട്ടൻ ഇങ്ങനെ എല്ലാ സാധനവും അവൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ് എങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ധനലക്ഷ്മി അതുകൊണ്ട് തന്നെ വിവാഹം നടത്തുകയാണ് എങ്കിൽ ഒരുപാട് ചിലവ് ഉണ്ടാകുമെന്നും അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാൻ പോകുന്നത് മറ്റാരുമല്ല മനോജ് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ധനലക്ഷ്മി. ഇതേ സമയം പെണ്ണ് കാണുന്നതിനായി ചെക്കനും കൂട്ടരും വന്നതിനെ തുടർന്ന് ചെക്കന് കൺമണിയെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ കാര്യം അറിയാനിടയാകുന്നത് ധനലക്ഷ്മിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഇതോടെ ധനലക്ഷ്മി പുതിയ പ്ലാനിംഗ് മുന്നോട്ട് വയ്ക്കുകയാണ്. തൻ്റെ പ്ലാൻ വർക്കൗട്ട് ആക്കുന്നതിൻ്റെ ഭാഗമായി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ധനലക്ഷ്മി ചെക്കൻ്റെ വീട്ടുകാരെ ചെന്ന് കണ്ട് കൺമണിക്ക് ജാതകദോഷം ഉണ്ട് എന്നും അവൾ എവിടെ ചെല്ലുന്നോ അവിടെ നശിച്ചു പോകാനാണ് സാധ്യത എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൻ്റെ ജീവിതവും നശിക്കും എന്നുള്ള കാര്യം ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് ധനലക്ഷ്മി. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ചെറുക്കൻ്റെ വീട്ടുകാർ ആകെ ഞെട്ടിപ്പോകുന്നു. അറിഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണോ എന്ന് പരിശോധിക്കുന്നതിനായി അവർ ഇതേ തുടർന്ന് ജാതകവുമായി ജ്യോത്സ്യന്റെ അടുത്തേക്ക് ചെല്ലുകയും പരിശോധിക്കുകയും ചെയ്യുന്നു. ഇതോടെ അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് വ്യക്തമാക്കുന്ന ജ്യോത്സ്യൻ അത് കൺമണിയുടെ ജാതകത്തിന്റെ ഫലമായിട്ടാണ് ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്നവർ ഫോൺ ചെയ്ത് അറിയിച്ചിരിക്കുകയാണ് മനോജിനെ. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി മനോജിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചു കളയുന്നു. ഇതോടെ എങ്ങനെയാണ് ഈ കാര്യം തുറന്നു പറയുക എന്നറിയാതെ മനോജ് വിഷമിക്കുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കൺമണി നല്ലൊരു സൗഹൃദം മാനസയുമായി സ്ഥാപിക്കുകയും മാനസയുടെ കൂടെ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. മാനസയെ സഹായിക്കുന്നതിനായി തയ്യാറാകുന്ന കൺമണി ഇതേ തുടർന്ന് പുതിയ ഡിസൈൻ വരച്ചു കൊടുക്കുന്ന കാര്യത്തിലും സഹായിച്ചിരിക്കുകയാണ്. ഇതോടെ തൻ്റെ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്ന മാനസ അധികം വൈകാതെ തന്നെ കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ചതുപോലെ നടക്കുമെന്നും കൃഷ് എന്നേക്കുമായി എൻ്റേതാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. കൃഷ് പുതിയ നീക്കങ്ങൾ നടത്തുകയും എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ നിന്ന് മാനസയെ ഒഴിപ്പിക്കണം എന്ന് തീരുമാനിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ കൃഷിൻ്റെ ജീവിതത്തിൽ ഇതേ തുടർന്ന് പുതിയൊരു വലിയ വഴിത്തിരിവാണ് വന്നു സംഭവിക്കാൻ പോകുന്നത്. കൺമണിയുടെ ജാതകം കൃഷിൻ്റെ ജാതകവുമായി കൃത്യപൊരുത്തമായിരുന്നു. മാത്രവുമല്ല കൃഷിൻ്റെ ജാതകത്തിന് ഇത്രയും അനുയോജ്യമായ മറ്റൊരു ജാതകം ലഭിക്കുമായിരുന്നുമില്ല. ഇതോടെ കാര്യങ്ങൾ കൃഷിന് പുതിയൊരു തിരിച്ചടിയാകുന്നു. കൃഷ് വിചാരിച്ചതുപോലെ മാനസ തെറ്റിദ്ധരിച്ച് തുടങ്ങുകയും ഇതേ തുടർന്ന് കൃഷിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ കൃഷ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്.
എത്രയും പെട്ടെന്ന് തന്നെ ഇനി മാനസ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നത്. ഇതോടെ കൃഷ് മാനസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിലും കൃഷിന് അത് വലിയൊരു കുരുക്കായിട്ടാണ് മാറുന്നത്. ഇതോടെ കൃഷ് കൺമണിയുടെ ജാതകത്തിന്റെ ഉപയോഗം എന്തുകൊണ്ടാണ് തനിക്ക് ലഭിക്കാത്തത് എന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുകയും ഇതേ തുടർന്ന് അതിന് പിന്നിലെ കാര്യം കണ്ടെത്താൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് കൃഷിന്റെ ജാതകവുമായുള്ള കൺമണിയുടെ ജാതകത്തിന്റെ പൊരുത്തത്തിന്റെ കാര്യം പുറത്തു വരുന്നത്. ഇതോടെ കൃഷ് ആകെ ഞെട്ടിപ്പോകുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കൃഷ് പകച്ചു പോയതിനെ തുടർന്നാണ് വലിയൊരു വലയിലാണ് ഇപ്പോൾ കൃഷ് ചെന്നപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൃഷിനോട് മഹി പറയുന്നത്. ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നും മഹി പറഞ്ഞതിനെ തുടർന്ന് വിചാരിച്ചതുപോലെ ഇനി കാര്യങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷ തനിക്കില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കൃഷ്. ഇതേ സമയം സാഗർ ആകട്ടെ കൺമണി വന്നതിനെ തുടർന്ന് കമ്പനിക്ക് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നു പറയുന്നു. കൺമണി വളരെ സൂപ്പറായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും വ്യക്തമാക്കുന്ന സാഗർ ഇതേ തുടർന്ന് കൺമണിയെ ചേർത്ത് നിർത്താനാണ് കമ്പനി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയാവുകയാണ് കൃഷിന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.